Hi everyone, welcome to Learning Planets. There is a saying in English, no pain, no gain. No pain, no gain. Without hard work, you cannot succeed in your life. So if you want to succeed in your life, you have to work hard. There is no shortcut to the top. ഇപ്പൊ ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കുറുക്കുവഴികളൊന്നുമില്ല. നമ്മൾ കഠിനാധ്വാനം ചെയ്യുക. നമ്മൾ എല്ലാ കാര്യങ്ങളും ആ രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. അപ്പോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഇറങ്ങിയ ആളുകളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. വളരെ ലളിതമായ രീതിയിൽ നമ്മൾ തുടങ്ങി. ഒരു ബിഗിനർക്ക് പറ്റുന്ന രീതിയിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ബിഗിനേഴ്സിന് പഠിച്ചു മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുകയും നിങ്ങൾ ഹോംവർക്കുകൾ ചെയ്യുകയും ചെയ്താൽ 30 ക്ലാസ്സിനകം നിങ്ങൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കും. നമുക്ക് ഇനി അടുത്ത സെഷനിലേക്ക് കടക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് ആരംഭിക്കാം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ചെറിയ പദങ്ങൾ ഉപയോഗിച്ചിട്ട് പ്ലീസ് ചേർത്തും ഡോണ്ട് ചേർത്തിട്ടൊക്കെ നമ്മൾ വാർണിംഗ്, റിക്വസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യരുത്. അത് നമുക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളോട്, ഒരു കൂട്ടുകാരനോടോ അല്ലെങ്കിൽ ഒരു കൊച്ചു കുട്ടിയോടോ നിങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് മറ്റെങ്ങും പോകരുത്, ഞാൻ മടങ്ങി വരുന്നവരെ ഇവിടെ നിൽക്കണം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. അപ്പൊ നോക്കാം, ഒരാളോട് നമ്മൾ പറഞ്ഞു പ്ലീസ് വെയിറ്റ് ഹിയർ അണ്ടിൽ ഐ കം ബാക്ക്. പ്ലീസ് വെയിറ്റ്, ഇത് നമ്മൾ അന്ന് കേട്ടതാണ്. പ്ലീസ് വെയിറ്റ്, ദയവായി കാത്തു നിൽക്കുക. അണ്ടിൽ വരെയെന്നാണ്, ഐ കം ബാക്ക്. സോ അണ്ടിൽ ഐ കം ബാക്ക്, പ്ലീസ് വെയിറ്റ് ഹിയർ. പ്ലീസ് വെയിറ്റ് ഹിയർ ടിൽ ഐ കം ബാക്ക്, അണ്ടിൽ ഐ കം ബാക്ക്, അണ്ടിൽ ഐ ഗെറ്റ് ബാക്ക്. ഇങ്ങനെയും പറയാം. ചിലപ്പോൾ നമ്മൾ ഒരു വാൺ ചെയ്യുന്ന രീതിയിൽ പറയും, താക്കീത് എന്ന സ്വരത്തിൽ പറയും. ഡോണ്ട് ഗോ എനിവേർ, ഡോണ്ട് ഗോ എനിവേർ, ഡോണ്ട് ഗോ എനിവേർ അണ്ടിൽ ഐ റിട്ടേൺ, ഡോണ്ട് ഗോ എനിവേർ അണ്ടിൽ ഐ റിട്ടേൺ. ഞാൻ മടങ്ങി വരുന്നത് വരെ എവിടെയും പോകരുത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഐ കം ബാക്ക്, നമ്മൾ ആദ്യമേ പറഞ്ഞു പതിവ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ മടങ്ങി വരുന്നു. അപ്പൊ അഞ്ചിൽ ഐ കം ബാക്ക്, മടങ്ങി വരുന്നത് വരെ, ടിൽ ഐ കം ബാക്ക്, അങ്ങനെയാണ് പറയുന്നത്. സോ പ്ലീസ് വെയിറ്റ് ഹിയർ അഞ്ചിൽ ഐ കം ബാക്ക്. ഓ ഡോണ്ട് ഗോ എനിവേർ അണ്ടിൽ ഐ റിട്ടേൺ, ഞാൻ മടങ്ങി വരുന്നവരെ എവിടെയും പോകരുത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ പറയും പ്ലീസ് വെയിറ്റ് ഹിയർ, പ്ലീസ് വെയിറ്റ് ഫോർ മീ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തതിന്റെ ബാക്കിയിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. നമുക്ക് ആളുകളോട് ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ സ്ഥിരമായി ഒരാൾ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നീ എന്ത് ചെയ്യുന്നു? വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? നീ എന്ത് ചെയ്യുന്നു? ഐ വർക്ക് ഇൻ എ ഷോപ്പ്. ഐ വർക്ക് ആസ് എ സെയിൽസ്മാൻ. ഐ വർക്ക് ആസ് എ സെയിൽസ്മാൻ ഇൻ എ ഷോപ്പ്. ഐ വർക്ക് ആസ് എ സെയിൽസ്മാൻ ഇൻ എ ഷോപ്പ്. ഞാൻ ഒരു ഷോപ്പിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ്. നമ്മൾ ചോദ്യങ്ങൾ വാട്ട് എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? നീ എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മൾ പറഞ്ഞു ഐ വർക്ക്, WORK, വർക്ക് എന്നാണ് വർക്ക്. ഐ വർക്ക് ആസ് എ സെയിൽസ്മാൻ. ഐ വർക്ക് ആസ് എ സെയിൽസ്മാൻ ഇൻ എ ഷോപ്പ്, ഒരു കടയിൽ. അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഐ വർക്ക് ആസ് എ സെയിൽസ്മാൻ. ഐ വർക്ക് ആസ് എ ടീച്ചർ. ഐ വർക്ക് ആസ് എ ടീച്ചർ ഇൻ എ പ്രൈവറ്റ് സ്കൂൾ. ഐ വർക്ക് ആസ് എ ടീച്ചർ ഇൻ എ പ്രൈവറ്റ് സ്കൂൾ. ഇപ്പൊ ചോദ്യം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി വാട്ട് ഡു യു ഡു? യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഐ എം എ ടീച്ചർ. ഐ എം എ ടീച്ചർ ബൈ പ്രൊഫഷൻ. ഇങ്ങനെ നമുക്ക് പറയാം. അതിന് പകരം ഐ വർക്ക് as a teacher in a private school. I work in a school. I work in a school. ഇങ്ങനെയും പറയാം. അപ്പൊ ഓക്കെ, ഇപ്പൊ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നതാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് അതിനൊരു ഉത്തരം പറയാൻ കഴിയണം. ഓക്കെ, എങ്ങനെയാണ് നീ പോകുന്നത്? ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, ഡിയർ വൺ, അങ്ങനെയൊക്കെ നമുക്ക് സ്നേഹത്തോടെ പറയാം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്താണോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ സ്നേഹത്തോടെ പറയാം, ഡാർലിംഗ്. സോ ഡിയർ വൺ, ഹൗ ഡു യു ഗോ? എങ്ങനെയാണ് നീ പോകുന്നത്? എങ്ങനെയാണ് നീ സ്കൂളിലേക്ക് പോകുന്നത്? അപ്പൊ നമ്മൾ വീണ്ടും ഇവിടേക്ക് വരണം. ഈ വാട്ട് എന്നുള്ള സ്ഥലത്തേക്ക് എങ്ങനെ എന്നൊരു പദം വരും. ഹൗ, എങ്ങനെ. ഹൗ ഡു യു
ഈ യു വരുമ്പോഴും വി വരുമ്പോഴും ഐ വരുമ്പോഴും ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് ചേർക്കുക. ബോയ്സ് എന്നോ ഗേൾസ് എന്നോ പ്ലൂറൽ നൗൺസ് എന്ത് വന്നാലും ബഹുവചനം എന്ത് വന്നാലും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. സോ ഹൗ ഡു യു ഗോ? ഹൗ ഡു യു ഗോ ടു സ്കൂൾ? ഹൗ ഡു യു ഗോ ടു സ്കൂൾ? ഹൗ ഡു യു ഗോ ടു സ്കൂൾ? സാവധാനം പറഞ്ഞ് സ്പീഡ് കൂട്ടുക. ഹൗ ഡു യു ഗോ ടു സ്കൂൾ? ഹൗ ഡു യു ഗോ ടു സ്കൂൾ? എങ്ങനെയാണ് നീ സ്കൂളിലേക്ക് പോകുന്നത്? ഹൗ ഡു യു ഗോ ടു സ്കൂൾ? കുട്ടി ഒരൊറ്റ വാക്കേ പറയുള്ളൂ, ബസ്സിലാണെന്ന് പറയും അല്ലേ, ബൈ ബസ്. പക്ഷെ നമുക്കൊരു ആൻസർ പോലെ പറഞ്ഞു നോക്കാം. ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്. ഐ ഗോ. ഈ രണ്ട് പദങ്ങൾ അതൊന്ന് ഒഴിവാകും. ചോദ്യത്തെ സൂചിപ്പിക്കുന്ന ഈ ക്വസ്റ്റ്യൻ വേർഡും പോകും, ഈ ഓക്സിലറി പോകും. യു എന്ന ഉത്തരത്തിൽ യു എന്ന ചോദ്യത്തിൽ ഐ എന്ന ഉത്തരം വരുന്നു അല്ലെ. അതായത് നമ്മൾ നീ എന്ന് എപ്പോ ചോദിച്ചാലും ഉത്തരത്തിൽ ഞാൻ എന്ന് പറയുന്നു. സോ ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്. ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്. ഞാൻ ബസ്സിലാണ് പോകുന്നത്. ഐ ഗോ ടു സ്കൂൾ ബൈ കാർ. ഐ ഗോ ടു സ്കൂൾ ബൈ മോട്ടോർ ബൈക്ക്. ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? ബൈ ബസ്, ബൈ ട്രെയിൻ, ബൈ പ്ലെയിൻ. ഇങ്ങനെ നമ്മൾ വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയുക. ബൈ സ്കൂൾ ബസ്, ബൈ സ്കൂൾ ബസ്, ദാറ്റ്സ് ഓൾ. അപ്പൊ അങ്ങനെയാണ് പറയുക. ഓക്കെ, ഹിയർ വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ. When do you wake up? Or you can ask, what time do you wake up? So two types of questions are there. When do you get up? Or what time do you get up? മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എപ്പോഴാണ് നീ എഴുന്നേൽക്കുക? അപ്പൊ when എന്ന് ചോദിക്കുന്നതിന് പകരം what time do you get up? What time do you wake up? അങ്ങനെ വരുന്ന ചോദ്യത്തിന് ഉത്തരം ഇവിടെ നിന്നാണ് തുടങ്ങുക. I wake up at 5 a.m. I wake up at 5 a.m. Okay. So I wake up at 5 a.m. I wake up at 5 a.m. ഞാൻ 5 മണിക്കാണ് എഴുന്നേൽക്കാറ്. ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പറയും. Usually I wake up at 5 a.m. and on Sundays I wake up after 6 o'clock. So usually, you see, from Monday to Saturday I wake up at 5 a.m. But I wake up after 6 a.m. After 6 a.m. every Sunday. അപ്പൊ അങ്ങനെ നമുക്ക് പറയാം. ഞായറാഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചയും ഞാൻ 6 മണിക്ക് ശേഷമാണ് എഴുന്നേൽക്കാറ്. I wake up at 6 a.m. On Sundays I wake up at 6 a.m. and other days I wake up at 5 a.m. അങ്ങനെയും പറയും. അപ്പൊ നിങ്ങൾക്ക് ചോദ്യങ്ങൾ നമ്മൾ പതുക്കെയാണ് പഠിച്ചു വരുന്നത്. ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ കുറേശ്ശെ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലെല്ലാം നമ്മൾ ഡു എന്ന് ഉപയോഗിച്ചു പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ രാജു എന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഷാജി എന്നൊരു വ്യക്തിയെ വെച്ചിട്ട് നമുക്കൊരു ചോദ്യം ഉണ്ടാക്കണം. ഷാജി എപ്പോഴാണ് എഴുന്നേൽക്കാറ്? അപ്പൊ നോക്കാം. വെൻ. ഇവിടെ നമ്മൾ ഷാജി ഒരാളെ ഉള്ളൂ. അപ്പൊ അവിടെ ഡു എന്നതിന് പകരം ഡസ് എന്നാണ് ചേർക്കുക. When does. So when does ഷാജി wake up? When does ഷാജി wake up? അപ്പൊ ക്വസ്റ്റ്യൻ ആയി. അപ്പൊ when do എന്നതിന് പകരം ഡസ് വരാൻ കാരണം ഇവിടെ ഹി എന്ന് വന്നാലും ഇങ്ങനെ തന്നെ. When does he wake up? When does he wake up? When does she wake up? When does your friend wake up? When does your father wake up? Or what time does your father wake up? So what time does your mother work in the kitchen? What time does your mother start working in the kitchen? ഇങ്ങനെ നമുക്ക് കൂടുതൽ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ എല്ലാവരും ഒന്നുകൂടെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഏതൊരു ചോദ്യത്തിനെ സംബന്ധിക്കുന്ന ഈ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാലും ചോദ്യവാക്ക് കഴിഞ്ഞാലും ഒരാളെ സംബന്ധിക്കുന്ന കാര്യം വരുമ്പോൾ ഡസ് എന്നും ഒന്നിലധികം പേരെ സൂചിപ്പിക്കുന്നിടത്തൊക്കെ നമ്മൾ ഡു എന്നും ചേർക്കും. ആ ഗ്രൂപ്പില് ഡു എന്നതിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഐ വരും, വി വരും, യു വരും, അതുപോലെ ദേ എന്നും വരും. ഇതെല്ലാം നമ്മളൊരു ഡു എന്ന ഗ്രൂപ്പിലേക്കാണ് വരിക. ഐ ഡു, വി ഡു, യു ഡു, ദേ ഡു. അപ്പൊ ഡു ദേ ക്വസ്റ്റ്യൻ ആകുമ്പോൾ അങ്ങനെ വരാം. ഇതാണ് ചെയ്യുന്നത്. സോ വെൻ ഡസ് ഷാജി വേക്ക് അപ്പ്. ആൻസർ നോക്കൂ. ഇനി ഇത് രണ്ടും നമുക്ക് വേണ്ട. നമ്മൾ വീണ്ടും ഷാജി പതിവായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് ഇത്തരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡു ഡസ് ഒക്കെ ഉപയോഗിച്ച്. സോ ഷാജി വേക്ക് എന്നുള്ളത് നമ്മൾ വേക്സ് എന്നാക്കി. Wakes up at 6 a.m. Shaji wakes up at 6 a.m. Shaji wakes up at 6 a.m. Okay. So he wakes up at 6 a.m. Shaji wakes up. ഇവിടെ രസം വന്നു. എന്താ കാര്യം? ഇവിടെ ഷാജി ഒരാളേ ഉള്ളൂ.
അപ്പൊ വേക്കപ്പ് എന്നുള്ളത് വേക്സ് എന്നായി, ഗെറ്റ്സ് അപ്പ്, അങ്ങനെയൊക്കെയാണ് വരിക. ഓക്കെ, അപ്പോ ഏത് സമയത്താണ് ഡസ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചോദ്യങ്ങളൊക്കെ പറയുമ്പം സോ what time does the train arrive? What time does the train arrive? ഒരു ട്രെയിനല്ലേ വരാനിരിക്കുന്നുള്ളൂ, ഒരു ട്രെയിനിന്റെ കാര്യം നമ്മൾ പറയുന്നത്. സോ what time does the train arrive? What time does the train arrive? What time does the train arrive? So when does the train arrive? Train arrives at 9 o'clock. Train arrives. The train arrives at 9 o'clock. ഇങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പൊ നമ്മൾ തന്നെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരങ്ങൾ പറഞ്ഞ് ശീലിക്കുക. ഇപ്പൊ ചോദ്യങ്ങൾ ആരോടെങ്കിലും നേരിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോ what time the doctor arrives. Arrive. What time does the doctor arrive? Doctor arrives at 4 p.m. എത്ര മണിക്കാണ് ഡോക്ടർ വരുന്നത്? അപ്പൊ ഡോക്ടർ വരിക എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. കൺസൾട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പിന്നീട് പറയാം. ഡോക്ടർ എപ്പോഴെത്തുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ടൈം ഡസ് ദ മാനേജർ അറൈവ്? വാട്ട് ടൈം ഡസ് ദ മാനേജർ അറൈവ്? ചോദ്യത്തിൽ എങ്ങനെ ഉണ്ടാവുള്ളൂ, ഉത്തരത്തിൽ നോക്കൂ. ദ മാനേജർ അറൈവ്സ്. വാട്ട് ടൈം ഡസ് ദ മാനേജർ അറൈവ്? വാട്ട് ടൈം ഡസ് എന്നത് പോയി. ദ മാനേജർ അറൈവ്സ് അറ്റ് 9 o'clock. യൂഷ്വലി ദ മാനേജർ, ഒക്കേഷണലി, അങ്ങനെ എന്താണ് നമുക്ക് തോന്നുന്നത്? പൊതുവെ യൂഷ്വലി മാനേജർ അറൈവ്സ് അറ്റ് 9 a.m. Okay, now you see these questions and try to make some answers. Oh, why do you choose maths? Why do you choose maths? എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്സ് തിരഞ്ഞെടുക്കുന്നത്? വൈ എന്തുകൊണ്ട്? നീ എന്തുകൊണ്ട് ഡു വന്നു. വൈ ഡു യു ചൂസ്? എന്തുകൊണ്ടാണ് നീ മാത്സ് തിരഞ്ഞെടുക്കുന്നത്? അപ്പൊ നമ്മൾ ഇവിടുന്ന് ആൻസർ തുടങ്ങാം. I choose maths. I choose maths because maths is my favorite subject. I choose maths because കാരണം maths is my favorite subject. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു പാറ്റേൺ, hey man, why do you choose maths? Why do you choose maths? അങ്ങനെ പറയാൻ പറ്റും. സാവധാനം പറഞ്ഞ് പിന്നെ സ്പീഡ് കൂട്ടുക. Why do you choose maths? അപ്പോ അവർ പറയാണ്, ഈ ഒരു ചോദ്യത്തിൽ ഉത്തരം പറയണം. ഐ ചൂസ് മാത്സ് ബിക്കോസ് മാത്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്ട്. അപ്പൊ ഇത് വേറൊരു ടെൻസിൽ ചോദിക്കുമ്പോഴാണ് നമുക്കൊരു കറക്ഷൻ വരിക. പക്ഷെ നമുക്ക് എല്ലാത്തിലും ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കാം. അപ്പൊ നമുക്ക് പതിവായി നടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഇദ്ദേഹം ചിലപ്പോൾ മാത്സിന്റെ എല്ലാ കാര്യങ്ങളും തിരഞ്ഞെടുക്കുന്നതാണ്. മാത്സിന്റെ ഒരു വർക്ക്ഷോപ്പ് വന്നാൽ, മാത്സുമായി ബന്ധപ്പെട്ട ഒരു ടാലന്റ് എക്സാം വന്നാൽ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത്. ചിന്തിക്കണം, ഒരു കോഴ്സ് എടുത്തായിട്ട് ചിന്തിക്കരുത്. So why do you choose maths? I choose maths because maths is my favorite subject. ഈ ചോദ്യത്തിന് നമ്മൾ where do you stay എന്നതിന് എവിടെയാണ് നീ താമസിക്കുന്നത്? I stay at മഞ്ചേരി. I stay at പേരൂർക്കട. ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ഉത്തരം പറയാം. I stay in a hostel. I stay in a hostel. ഞാനൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. How do you go to Kochi? How do you go to Kochi? How do you go to Kochi? I heard that you are going to Kochi, and how do you go? അങ്ങനെയൊക്കെ ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയ പല രൂപത്തിൽ പറയും. നോക്കാം. How do you go to Kochi? I go to Kochi by train. By train. That's the answer. Simply we can say Kochi. നമുക്ക് സിമ്പിൾ ആയിട്ട് പോകുന്നത് ഏത് മാർഗമാണെന്ന് പറഞ്ഞാൽ മതി. ട്രെയിൻ. By train. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് ശീലിക്കാൻ വേണ്ടി കുറച്ച് നീട്ടി പറയേണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് തുടങ്ങും. How do you? I go to Kochi by train. By train. I go to Kochi by train. Now see another question. Whom does Shaji meet? ഇവിടെ ഡസ് വന്നത് കണ്ടില്ലേ? ഷാജി ഒരാളെയുള്ള. Whom does Shaji meet? ഷാജി ആരെയാണ് കാണാറ്? അപ്പൊ അതിനൊരു ഉത്തരം ഷാജി മീറ്റ് എന്നത് മീറ്റ്സ് എന്നാവും. ഷാജി ഒരാളുള്ളപ്പോ മീറ്റ്സ് എന്നാവും. ഷാജി മീറ്റ്സ് ഹിസ് ക്ലോസ് ഫ്രണ്ട്, ഹിസ് ബോസം ഫ്രണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തിനെ നമുക്ക് ബോസം ഫ്രണ്ട് എന്ന് പറയാം. ഷാജി മീറ്റ്സ് ഹിസ് ബോസം ഫ്രണ്ട് എവറി ഈവനിങ് ഫ്രം ഹിയർ. ഇവിടെ നിന്ന് എല്ലാ ദിവസവും അവൻ ഇവിടെ വെച്ച് അവന്റെ അടുത്തൊരു സുഹൃത്തിനെ കാണാറുണ്ട്, കണ്ടുമുട്ടാറുണ്ട്. സോ whom does Shaji meet? Shaji meets his manager. Shaji meets his friend. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ഉത്തരം വേണമെങ്കിലും പറയാം. Then the last question. Here comes our last question. And when does Storm return home?
When does Tom return home? എപ്പോഴാണ് ടോം വീട്ടിലേക്ക് മടങ്ങാറ്? So when does? Here also we have does. Here we have a singular subject. ഇവിടെ ഒരു വ്യക്തിയാണുള്ളത്. ഒരാൾ വരുമ്പോഴൊക്കെ ഡസ് വരുന്നു. ഒന്നിലധികം പേരെ സൂചിപ്പിക്കാൻ നമ്മൾ ഡു ചേർക്കുന്നു. ഐ വരുമ്പോൾ നമ്മൾ ഡു ചേർക്കുന്നു. ബി വരുമ്പോൾ ഡു ചേർക്കുന്നു. ദേ വരുമ്പോൾ ചേർക്കുന്നു. ഭോജനം എന്ത് വന്നാലും നമ്മൾ ദേ ചേർക്കുന്നു. അപ്പൊ നോക്കാം. So when does Tom return home? അപ്പൊ ടോം എപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്? നമുക്ക് നോക്കാം. Tom returns. You see, Tom returns home after 7 p.m. Tom returns home after 7 p.m. After 7 p.m. Tom returns home. So Tom returns home after 7 p.m. ഇങ്ങനെയാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇപ്പോ ഒരു കോൺവെർസേഷൻ സെഗ്മെന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ ഓരോ കാലത്തും ഇപ്പൊ പതിവായി നടക്കുന്നു പറയുന്നു, കഴിഞ്ഞുപോയ സംഭവങ്ങൾ പറയാനുണ്ട്, ഇനി വരാനിരിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും നമ്മൾ പറയാൻ തുടങ്ങുന്നതോടെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, സംസാരിക്കാൻ ചെറുതായിട്ട് കഴിയും. കുറച്ചധികം ക്ലാസ്സുകൾ നീങ്ങുന്നതോടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സാമ്പിൾസ് ഒക്കെ കണ്ടെത്തി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ കഴിയും. ആദ്യം നമ്മൾ സാവധാനം പറഞ്ഞു നോക്കുക, ബാക്കിയൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിലാവാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നന്നായി മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുക, ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഒരിക്കൽ കൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഈ ക്ലാസ്സുകൾ ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആണ്. പഴയ ക്ലാസ്സുകൾ കാണാൻ മറക്കരുത്. ആ ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം ഈ ക്ലാസ് ഒന്നുകൂടെ കേട്ട് നന്നായിട്ട് പഠിക്കുക, ഹോംവർക്കുകൾ ചെയ്യുക. നമുക്കൊരു ദിവസം ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്കൊരു ദിവസം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കഴിയുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് ക്യാൻ. അപ്പൊ എനിക്ക് കഴിയും, ഐ ക്യാൻ. ഐ ക്യാൻ ഇതായിരിക്കണം നമ്മുടെ മോട്ടോ. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. വൺ ഡേ ഐ സ്പീക്ക്. ഒരു ദിവസം ഞാൻ സംസാരിക്കും. വൺ ഡേ ഐ സ്പീക്ക് ഇംഗ്ലീഷ്. സോ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് by following my channel. So you just follow our channel and work hard. So you have to work hard and you have to continue in this platform for next 10 or 15 days. And you can see the difference. I promise you can see the difference after 20 or 25 days. You will see the difference in your life and you will speak good English. Okay, thank you. We will continue in our next class.